പ്രകാശേട്ടാ ഗിരീഷ് ഇതൊക്കെയുണ്ട്. പടത്തിന്റെ കാര്യമൊക്കെ എന്താ ഉണ്ണീട്ടാ? പടത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ നടക്കുന്നു. പിന്നെ ഗിരീഷ് ഒരു 10,000 രൂപ എഴുതിയിട്ടുണ്ട്. തൽക്കാലം അത് വെച്ചിട്ട് അങ്ങോട്ട് മാനേജ് ചെയ്യാം. ശരി. ഓക്കെ. പിന്നെ നമ്മുടെ പ്രകാശനം ഗ്രൂപ്പൊക്കെ അവിടെ പോയി. ഞങ്ങൾ ഇവിടെ ഉണ്ട് ഉണ്ണീട്ടാ. ആ കൃഷ്ണടാ കൃഷ്ണണ്ടായിരുന്നു ഞാൻ. ഉണ്ണിയേറ്റാ മതി. ഉണ്ണിയെ നമുക്ക് നമ്പിക്കയാണ്. എന്താ വർമാജി നമുക്ക് വിശ്വാസമേ ഇല്ലേ? എടാ ആവശ്യമില്ലാത്ത കാര്യം കയറി ഏറ്റ അയാൾ ഇതൊക്കെ കൊടുക്കൂ. ഞങ്ങൾ ഉണ്ണിയെ കാണാതിരിക്കായിരുന്നു. നമ്മുടെ ഡ്രൈവർ രാജേട്ടന് മോന് ട്യൂമറാ. ഓ, രാജേട്ടന്റെ സ്ഥിതി അറിയാലോ, ഇച്ചിരി കഷ്ട. നമ്മൾ എന്തേലും ചെയ്യണം. ഒരു ഫണ്ട് രൂപീകരണം നടത്തണം. ഉണ്ണിയേട്ടൻ മുന്നിട്ട് നിന്നാ നടക്കും. അതെ. എന്നാ പിന്നെ വൈകിക്കണ്ട. രാജേട്ടന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെയല്ലേ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമ്മുടെ ഇടയിൽ നിന്ന് പിരിക്കാം. അത് കഴിഞ്ഞ് തികഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്ന്. അതെ, അത് മതി. വേറെ ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്ന കാശാ. ഇതിനേക്കാൾ വലിയ എന്താ ആവശ്യം? പിന്നെ എന്റെ ഇതുള്ളൂ ഇപ്പൊ പിടിക്കാം. രാജേട്ടാ പിടിക്ക് പിടിക്ക്. ആ പണത്തിന്റെ കുറവുകൊണ്ട് മോൻ ഒരു ചികിത്സ കിട്ടാതെ പോകരുത്. ഇനി എത്ര വേണ്ടെന്ന് വെച്ചാല് ഞങ്ങളുണ്ടാക്കും. അതെ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. കുറച്ച് ഓറഞ്ച്. എന്തൊരു നോട്ടോടിയത്? പതുക്കെ നോക്ക്. ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല ഉണ്ണേട്ടാ. നീ ഒന്ന് പെടക്കാതിരിക്കന്റെ മോളെ. ഇവരാരും ഉണ്ണേട്ടന്റെ സിനിമ ചെയ്യാൻ പോണില്ല. എന്നിട്ട് ഓരോരുത്തരെ സഹായിച്ചോണ്ട് നിൽക്കും. സിനിമ ചെയ്യുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളങ്ങനെ ചെയ്യേണ്ടി വരും. അതിന് മാത്രമുള്ള സ്ഥിര വരുമാനം ഉണ്ണിയേട്ടനുണ്ടോ? വലുവിനും കയ്യിലെ കാശം കണ്ട് ഓരോന്നും അങ്ങോട്ട് ചെയ്യാൻ നിന്നോളും. ഞാൻ നമ്മുടെ പൊതുവായൊരവസ്ഥ പറഞ്ഞതാ. നമ്മളൊന്നും ഇല്ലാത്തവരെ ഉണ്ണിയേട്ടാ. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തവര്. 10 സെന്റ് സ്ഥലം മേടിക്കുക, അതിൽ ചെറുതാണെങ്കിൽ ഒരു വീട് വെക്കാന്നുള്ളതൊക്കെ ഉണ്ണിയേട്ടന്റെ സിനിമ പോലെ എന്റെയും വിദൂര സ്വപ്നങ്ങളാ. ഇന്ന് ടീച്ചേഴ്സ് റൂമിൽ ഒരു ചർച്ച നടന്നു. ബിന്ദു ടീച്ചറുടെ ഹസ്ബൻഡ് കുറച്ച് വിസ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്ന് സംഘടിപ്പിച്ച് മിസ്റ്റർ ഒറ്റപ്പാല ഉണ്ണിയെ പറത്തിയാലോ എന്ന് തോമസ് മാഷ്. നിന്റെ ടീച്ചേഴ്സ് റൂമിൽ ഒരു ബോംബ് വെക്കും. ഉണ്ണിയേ, എന്താണ് കാര്യമായ ഒരു ചർച്ച? ഏയ്, ഇവളുടെ തോമസ് മാഷിക്ക് എന്നെ ഗൾഫിലേക്ക് കയറ്റിവിടാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. എന്നാ നോക്കിക്കൂടെ പഹയാ, നല്ല കാര്യമല്ലേ? അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിൽ പോകാനാണ് ഇത്രയും കാലം ഞാൻ സിനിമയുടെ പുറകിൽ ഇങ്ങനെ തൂങ്ങി നടന്നത്. മദ്രാസിലെ പൊരി വെയിലത്തും ഊട്ടിയിലെ കൊടും തണുപ്പത്തും ഒക്കെ രാത്രിയും പകലും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടത്. പോയാലും ഇടയ്ക്കൊക്കെ വന്നൂടെ, എന്നിട്ട് സിനിമേന്റെ ഏർപ്പാട് നോക്കല്ല. ഏയ്, പോയാ പിന്നെ പോയി. മറ്റേത് കാര്യം പോലെ അല്ല സിനിമ. ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബന്ധം അത് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ തികച്ചു അന്യരാകും. ഉണ്ണിസാറ് ഉണ്ട് കുളിക്ക. എന്താ പ്രത്യേകിച്ച്? സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ ചേച്ചി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഇവിടുള്ള ആളുടെ കാര്യം തന്നെ കട്ടപ്പോകാം. അല്ല, സിനിമയിൽ എന്താവാനാ ആഗ്രഹം? എനിക്ക് ഡയറക്ഷനിലെ താല്പര്യം. എനിക്ക് അഭിനയം. സിനിമയിലൊക്കെ കയറി പറ്റാൻ വലിയ കഷ്ടപ്പാടാ. ഞങ്ങൾക്കറിയാം, മമ്മൂക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കൾ എത്ര വരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. പാസ്സായോ? ഇല്ല, എനിക്ക് 4 പേപ്പർ കൂടി ഉണ്ട്. എനിക്ക് 5. ഓ, നല്ല ബെസ്റ്റ് സ്റ്റുഡൻസ്. താങ്ക്സ്. ഇന്ന് കഷ്ടപ്പെട്ട നാളെ മമ്മൂട്ടിയാവാൻ നിങ്ങളോട് ആരാ പറഞ്ഞു?
വിജയിച്ച ഒരു മമ്മൂട്ടിയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മമ്മൂട്ടിയേക്കാൾ കഷ്ടപ്പെട്ട് ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ 100 കണക്കിന് പാവങ്ങളുണ്ട് ഇവിടെ. അവരെയൊന്നും ആരും കേക്ക് ചെയ്യുന്നുണ്ടാവില്ല. പഠിച്ച് ഡിഗ്രി എടുക്കാൻ നോക്കാണ്ട് തോറ്റു തുന്നമ്പാടി അടക്ക നോടന് സംവിധായകനും. മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. എന്താണെന്നറിയോ? ഇല്ല. പഠിക്കുക, പഠിക്കുക, പഠിക്കുക. ശരി. ഹലോ, ഇങ്ങട്ടാ ഇപ്പൊ പഠിക്കാൻ പോവാ? ഇന്നിനിപ്പൊ പഠിക്കാൻ നിക്കണ്ട, കാണാൻ നാളെ കണ്ടിട്ട് പോയാ മതി. ഉണ്ണി സാറേ, സിനിമ ഉപേക്ഷിക്കേണ്ടി വരൂ. ചെലപ്പോ. ഉണ്ണി സാറേ, പുറത്ത് ആള് വന്നിട്ടുണ്ട്. ആരാ? ചാൻസ്. ചാൻസോ? എനിക്കൊരു ചാൻസ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. ഇതൊരൊറ്റ ഗിറുതം. ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ണിയേട്ടാ വണ്ടി നല്ല പഴുതായിട്ട് പുതിയത് എടുക്കാൻ നോക്കിട്ടാ. എടുക്കാടാ, നമ്മുടെ പടം തുടങ്ങട്ടെ. ഉണ്ണിയേ, ആ? ഉണ്ണിയെ വിളിക്കണം ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. കണ്ടത് നന്നായി. ആ, ദേവരാജൻ സാറിന്റെ വർക്ക് ഇവിടെ തുടങ്ങാൻ പോവാണേ. കുളപ്പുള്ളിയിലെ മന എനിക്കൊന്ന് കിട്ടണം. ഒരാഴ്ചത്തേക്ക് മതി. ഉണ്ണി വിചാരിച്ച ആ കാര്യം നടക്കണം. ഉണ്ണിയാണെങ്കിൽ ആ നമ്പൂരിയായിട്ട് നല്ല അടുപ്പത്തിലല്ലേ. സംഗതി ഏർപ്പാടാക്കാം. വാടക ഡെയിലി കൊടുക്കണം. പിന്നെ നമ്പൂരും കുടുംബത്തോടെ താമസിക്കുന്നത് ഫുഡ് വെയിറ്ററിനാക്കേണ്ടി വരും. അതൊക്കെ ഞാൻ ഏറ്റു. ഫുഡ് പ്രത്യേകിച്ച് ഈ കാര്യം പറഞ്ഞ് നോൺ വെജ് ഒഴിവാക്കിയാലേ ചെലവത്രയും കുറയ്ക്കാം. എന്താ പിന്നെ വിട്ടോ? അപ്പൊ ഉണ്ണിയെ ഞാൻ വിളിക്കേ. ഓ. ഹലോ, കൈ നോക്കി ലക്ഷണം പറയാം. ഉള്ളതേ പറയൂ. ആ കൈയൊന്ന് കാണട്ടെ. കയ്യും നോക്കണ്ട, കാലും നോക്കണ്ട. സ്ഥലം വിട്ടോ, സ്ഥലം വിട്ടോ. എന്തോ ഒന്ന് വല്ലാതെ അലട്ടുന്നുണ്ടല്ലോ. കുറെ അലഞ്ഞു, ഒന്നും ഫലം കണ്ടില്ല അല്ലേ? ആ കൈയൊന്ന് നീട്ടു, ബാക്കി പറയാം. ഉള്ള സത്യമാണെങ്കിൽ ദക്ഷിണ തന്നാ മതി. ഭാഗ്യരേഖ ഉച്ചസ്ഥായിലേക്ക് എത്തി നിൽക്കുന്നു. അലച്ചില്ല, ഫലം കാണാറായി. ഒരു സുന്ദരിയായ പെൺകുട്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. സുന്ദരിയായ പെൺകുട്ടിയോ? അതെ, വിവാഹം ഒത്തുവന്നില്ല, അതല്ലേ ദുഃഖം. ഇപ്പോഴുള്ള ബിസിനസ് നഷ്ടത്തിലാണ്. ആഗ്രഹിച്ച പോലെ ഉടൻ തന്നെ ഗൾഫിലേക്കുള്ള വിസ റെഡിയാവും. അതോടെ വിവാഹമടക്കം എല്ലാം മംഗളാവും. ഒന്ന് പോടാ. ഇനി ഇവിടെ നിന്ന് നിന്നെ കൂടെ മംഗളം പഠിപ്പിക്കും. അല്ല, ഞാനത് അവന്റെ സുന്ദരിയും ഒന്ന് പറഞ്ഞു നോക്കിയതാ. രാവിലത്തെ പണി ഏറ്റില്ല. ശംഭോ മഹാദേവ. ഒരു ബുഷ് മാറി തൽക്കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഉടനെ മാറേണ്ടി വരുംട്ടാ. പോണടത്തോളം അങ്ങോട്ട് പോട്ടടോ. ഒന്നിനെ അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കരുന്ന. വണ്ടി ആയാലും മനുഷ്യരായാലും. എത്രയാടോ? 80 രൂപ. ഒരു 1-ാം തീയതി ആട്ടെ, ശമ്പളം കിട്ടുമ്പോ തരാം. അതിനുള്ളിൽ ശമ്പളം എനിക്കല്ലടാ, ഭാര്യക്ക്. ഭാഗ്യവാൻ. ജോൺസന് മരം വിറ്റു, ഐശുവിന്റെ പശുക്കളെ വിറ്റു. മോളുടെ ദേഹത്തുണ്ടായിരുന്ന കരിപ്പൊന്ന് വിശ്വട്ടാ, എന്താ തിയേറ്റർ തുറക്കാൻ പരിപാടി ഉണ്ടോ? ഏയ്, അടച്ചുകൂട്ടിയാലും മാറ്റിനിയുടെ നേരമാകുമ്പോ ഇവിടെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ ഓർമ്മ വെച്ച കാലം മുതൽ ശീലിച്ചു പോയതല്ലേ. ഉണ്ണിക്ക് ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് നീ വാശി പിടിച്ച് കരയുമ്പോൾ നിന്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഈ ഓട്ടെ കൂടെ സിനിമ കാണിക്കും നിന്നെ. അതോടെ നിന്റെ കരച്ചിൽ നിൽക്കും. തിരിച്ചു പോകുമ്പോ വിശ്വേട്ടന്റെ വക ഒരു തുണ്ട് ഫിലിമും കിട്ടുമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും സിനിമ എന്റെ രക്തത്തിൽ അലിഞ്ഞു കയറുന്നു. നിന്റെ സിനിമയുടെ കാര്യങ്ങൾ ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ആവുമ്പോൾ നീ എന്നോട് പറയുമെന്ന് എനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ സിനിമയെ നിലനിർത്തുന്നത് ഞങ്ങളുടെ കാശ. നിർമ്മാതാവ് വിതരണക്കാരൻ്റെ അഡ്വാൻസ് വാങ്ങും, വിതരണക്കാർ ഞങ്ങളുടെ. കോടികൾ മുടക്കി സൂപ്പർ താരങ്ങളുടെ പടമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ ഒന്ന് അഡ്വാൻസ് വാങ്ങാൻ പറ്റും. ആയിരത്തിൽ ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. പിടിച്ചു നിൽക്കാൻ പറ്റാതാകുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൂട്ടും. ഏഷ്യാനെറ്റ് അവാർഡ് കാണാടാ. ആ, മിടുക്കന്മാരെ അവാർഡ് മേടിക്കും. അതില്ലാത്ത ഒരു വീട്ടിലിരുന്ന് ടിവിയിൽ കണ്ട് രസിക്കും. വേണ്ട, എന്താന്ന് വെച്ചാൽ കണ്ടോ. വേണ്ട വേണ്ട, അച്ഛൻ കണ്ടോട്ടെ. പിടിച്ച്. അവാർഡ് വാങ്ങാൻ ആൾക്കാരിങ്ങനെ സ്റ്റേജിലേക്ക് കയറണത്, വാങ്ങിയിട്ട് എന്തൊക്കെയാ പറയണത്, ഇതൊക്കെ അച്ഛനോട് പഠിക്കാനുള്ളതല്ലേ. അടുത്ത കൊല്ലം അച്ഛന് പോയി വാങ്ങാനുള്ളതാ മോനെ. അച്ഛൻ സമ്മാനം വാങ്ങുന്ന നമുക്കും ടിവിയിൽ കാണാല്ലേ. എന്തിനാ മോനെ ടിവിയിൽ കാണുന്നു? സമ്മാനം വാങ്ങിക്കാൻ നമുക്കും പോയി കൂടി തിരുവനന്തപുരത്തേക്ക്. അവിടെ ചെന്നാൽ ചിലപ്പോ അവർ അമ്മക്കും തരും ഒരു അവാർഡ്. നിന്റെ അച്ഛനെ പോലത്തെ ഒരാളെ സഹിക്കുന്നതിന് സഹനടിക്കുള്ള അവാർഡ് ഇല്ലേ ഉണ്ണിയേട്ടാ? അതെ അച്ഛൻ, ഞങ്ങളെയും കൊണ്ടുപോകും തിരുവനന്തപുരത്തേക്ക്.
എന്തായി സിനിമക്കാരെ സഹായിക്കാൻ പലിശക്കെടുത്ത കാശിന്റെ കാര്യം? അത് കൊടുത്തല്ലോ. അത് ശരി, ഉണ്ണിയുടെ നുണ പറയാനും തുടങ്ങിയല്ലേ? 50,000 പലിശയും ചോദിച്ച ആള് വന്നിരുന്നു സ്കൂളിലേക്ക്. ഉണ്ണി പറഞ്ഞ സമയമെല്ലാം തെറ്റിച്ചു, അതുകൊണ്ടാ ടീച്ചറെ കാണാൻ വന്നതെന്ന്. അപ്പൊ തന്നെ ഞാൻ വേണുസാറിനെ കിഷോറിനെ വിളിച്ച് അന്വേഷിച്ചു. ഇനി അവരെന്നാണോ സ്കൂളിലേക്ക് വരിക? സ്കൂളില് പിന്നെ നല്ല പേരാണല്ലോ ഉണ്ണിയേട്ടന്. ഇതെല്ലാം ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങിയതാണെങ്കിൽ വിരോധമില്ല, ഞാൻ വീട്ടിക്കോളാം. ഇതിപ്പോ അങ്ങനെയാണോ? ശരിയാ, സാമാന്യം ഭേദപ്പെട്ട ശമ്പളമുള്ള ജോലി തന്നെ എനിക്ക്. അതുകൊണ്ട് തന്നെയാ നമ്മൾ പിടിച്ചു നിൽക്കുന്നതും. ഒരു വീടെങ്ങനെയാ നടന്നു പോണെന്ന് ഉണ്ണിയേട്ടന് വല്ല ബോധ്യമുണ്ടോ? സാധനങ്ങളുടെ വില ദിവസം ദിവസം കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മള് മൂന്നാളുടെ ഓരോരോ ചെലവുകള്, ഇതെല്ലാം ആവാം. അതൊന്നും കൂടാതെ ഉണ്ണിയേട്ടന്റെ കൂട്ടുകാര് വരുത്തി വെക്കുന്ന ബാധ്യതകൾ, അതും കൂടെ ഞാൻ അഫോർഡ് ചെയ്യണോ? ബുദ്ധിമുട്ടാ, ശരിക്കും ബുദ്ധിമുട്ട്. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഇങ്ങനെ തുടർന്നു പോയാ ഉണ്ണിയേട്ടന് ഒരിക്കലും സിനിമ ചെയ്യാൻ പറ്റില്ല. ഇനിയെങ്കിലും ഒന്ന് മാറി സഞ്ചരിച്ചില്ലെങ്കിൽ ഉണ്ണിയേട്ടന് സ്വപ്നങ്ങൾ മാത്രമാവില്ല, കുടുംബവും നഷ്ടപ്പെടും. നമ്മളൊക്കെ സ്വപ്നജീവികളാ. ജീവിക്കാൻ അറിയാത്ത, കുടുംബം എന്താണെന്നറിയാത്തവർ സ്വപ്നജീവികൾ. വർമാജിയുടെ ഒരു വിവരമില്ല. ആ ക്യാമറക്കാർ ചെക്ക് കേസാക്കി. ഇനി കോടതി. എല്ലാം കൊണ്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയെ നശിപ്പിക്കും. ചിലപ്പോ എന്റെ വീടും. അവള് പറഞ്ഞ ശരിയാ, മാറി സഞ്ചരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? സിനിമ എവിടെ എത്താത്ത നിലയ്ക്ക്, എത്താൻ സാധ്യതയില്ലാത്ത നിലയ്ക്ക് ഞാൻ തീരുമാനിച്ചു. ഒട്ടും സന്തോഷത്തോടെയല്ല, നിവൃത്തിയിടുകൊണ്ടാ. പോവാടാ എങ്ങോട്ടെങ്കിലും. ജമീൽ, ഉള്ളി ഉണ്ടോ എടുക്കാൻ? പരിപ്പ് അടുപ്പത്തിട്ട് നോക്കിയപ്പോഴാ ഉള്ളി ലെവലേശല്ലേ വീട്ടില്. മോളെ രസിയ, ടീച്ചർക്ക് ഇത്തിരി ഉള്ളി എടുത്തു കൊടുത്തേ. ഇന്ന് ഹർത്താലായതുകൊണ്ട് ടീച്ചർക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റിയല്ലേ? ഇടക്കിടക്ക് ഇങ്ങനെ ഹർത്താൽ വരണതേ ഒരു രസം തന്നെയാണല്ലേ? നല്ല രസം തന്നെയാ. ചെന്നില്ലെങ്കിലേ ലീവ് ഒന്ന് പോയി കിട്ടും. എന്നാ അങ്ങോട്ട് എത്താനുള്ള വഴി സർക്കാർ ഉണ്ടാക്കി തരുമോ? അതുമില്ല. അതുകൊണ്ട് ഇപ്പൊ സ്വന്തം ആവശ്യത്തിനൊക്കെ ലീവില്ലേ പാവുക, ഒക്കെ ഹർത്താലുണ്ടോ? അല്ല ടീച്ചറെ, ഉണ്ണി ഗൾഫിൽ പോവാന്ന് കേട്ടല്ലോ. ആ, ഞാനും അത് ചോദിക്കണോന്ന് വിചാരിച്ചാണ്. ഗൾഫിലേക്കോ? എന്റെ ഭർത്താവ് ഉണ്ണിയുടെ കാര്യം തന്നെയല്ലേ പറയണത്. എന്നാ പിന്നെ കാക്ക മലന്ന് പറക്കും. സംഗതി എന്നോടും പറഞ്ഞു, ഞാനത് അപ്പോഴേ വിട്ടു. ഈ ഒറ്റപ്പാലോ സിനിമയൊക്കെ വിട്ട് ആളെങ്ങോട്ട് പോവാനാ? കരക്ക് വെച്ചിട്ട് മീന്റെ പോലെയോ പരിപ്പ്. കടലിനക്കരെ പോണോരേ, കടലിനക്കരെ പോണോരേ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോൾ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. 7 ആർട്സിന്റെ പടം 17-ാം തീയതി തുടങ്ങിയ ഉണ്ണിയേട്ടൻ തന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് പ്രൊഡ്യൂസർക്ക് ഒരേ നിർബന്ധം. ഈ പടം കഴിഞ്ഞാൽ ഉണ്ണിയേട്ടന്റെ പടം നമുക്ക് ആ പ്രൊഡ്യൂസറെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. ആ കാര്യം ഞാൻ ഏറ്റു. വേണ്ടതേ, ഇനി ഇതും പറഞ്ഞുകൊണ്ട് നടന്നാൽ ശരിയാവില്ല. ഞാൻ ഫോണിലൂടെ പറഞ്ഞാലും ഒരു വിസ തോന്നുന്നുണ്ട്. ശനിയാഴ്ച ദുബായിക്ക് പോവാം. അപ്പൊ ശ്യാമ ടീച്ചറെ, ഹസ്ബൻഡിന് ഡോക്ടറേറ്റ് കിട്ടിയ ചെലവ് ഇതിലൊതുക്കാൻ പറ്റില്ല. പറഞ്ഞു നേരാട്ടോ. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ. വൈറ്റ് പാലസിൽ ഒരു ലഞ്ച് ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടുക്കും മഞ്ജു. എന്താ മഞ്ജു ടീച്ചർ ആകെ മൂടിയായിരിക്കുന്നേ? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം. അല്ല, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത്. എന്തേ ഇത്ര ഓർക്കാൻ? ഉണ്ണിയേട്ടൻ ഉണ്ണിക്ക് എന്താ പറ്റിയത്? ഉണ്ണിയേട്ടൻ ഗൾഫിലേക്ക് പോവാ. ഇതിനാണോ മഞ്ജു ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്? നല്ല കാര്യല്ലേ?